ഇനി ശ്രീ KB ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങൾ ഉണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തൂക്കിയല്ലോ നാഥ. ഇനി എത്ര പ്രണയമാണെന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവൃത്തി അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. 1. 2, അദ്ദേഹം ചൂഷണം ചെയ്ത മനുഷ്യന്മാരിൽ നമ്മളെല്ലാവരും വളരെ വിശ്വാസത്തോടു കൂടി കാണുന്ന ഏതെങ്കിലും ഒരു ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്ന, ഇതൊന്നും പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ, പബ്ലിക് ഡൊമൈനിൽ എത്തിയ ഒരു വിഷയമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തു. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പോ അത് അട്രോസിറ്റി അഗൈൻസ്റ്റ് വിമൻ അല്ലേ? ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലാതെ വെമ്പൽ കൊള്ളുന്ന ഒരു സർക്കാർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു അതിജീവിതയെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ്. ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. അതിജീവിതകളെ പിന്നെയും ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് ഒരു അതിജീവിതയെ വെച്ചിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മൃഗീയമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പരസ്യം നമ്മൾ കണ്ടു. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികൾ സ്വീകരിച്ചു? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇത്രയും കാര്യങ്ങൾക്ക് ശ്രീ KB ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്കി പറയും. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? തനിക്ക് നല്ല വിഷമുണ്ട് അല്ലേ? താങ്കൾക്ക് എന്താണ് ഒരു ധാർമ്മികത? താങ്കൾ സമാനമായ ഗുരുതര ആരോപണം നേരിടുന്ന ആളാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ശ്രീ KB ഗണേഷ് കുമാർ, ഇത് നായകരൻ തന്നെയാണ്. ശ്രീ KB ഗണേഷ് കുമാർ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നോ? എപ്പോ ചോദിച്ചാൽ ചോദ്യം ഒന്ന് കാണിക്കട്ടെ. പടച്ചവനെ, തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റുകളുടെ പേരിൽ SIT രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ ഇവിടെ ഉണ്ടല്ലോ. അവർ പരാതി കിട്ടുന്നതിന് മുമ്പ് സഹോദര, അങ്ങയുടെ ധാർമ്മിക രോഷം വല്ലാതെ വേണ്ട, വല്ലാതെ വേണ്ട. ഞാൻ എന്റെ മാധ്യമ സമ്മേളനം നടത്തില്ല, എന്റെ മറുപടി ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ അതിനെ വെള്ളം ചേർക്കാതെ 112ലേക്ക് ഒരു സ്ത്രീ വിളിക്കുന്നത് എന്തിനാ? എന്തിനാണ് അവർ SP വിളിക്കുന്നത്? എന്തിനാണ് അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് ഈ പരാതി പറയുന്നത്? ഉത്തരം പറ. പിന്നീട് പരാതികൾ ഉണ്ടാകുമ്പോ അദ്ദേഹം ഇരിക്കുന്ന അധികാരത്തിന്റെ സ്വാധീനത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ?